ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് തൃശൂർ ചേലക്കര കളപ്പാറക്കുന്നത്ത് നഗറിലെ വത്സലയുടെയും മോഹനന്റെയും വീട്. കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് വീടിന്റെ ചുവരിടിഞ്ഞുവീണുണ്ടായ അപകടത്തിൽ നിന്ന് മോഹനൻ രക്ഷപ്പെട്ടത്. വീടിന്റെ ശോചനീയാവസ്ഥയിൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് വേണ്ട പരിഹാരം കാണണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കളപ്പാറ കുന്ന് നഗറിലെ ഈ വീടിന്റെ ഈ കാണുന്ന ഭാഗം തകർന്നു വീഴുകയായിരുന്നു. തകരുന്ന സമയത്ത് ഗൃഹനാഥൻ അകത്തുണ്ടായിരുന്നു. വലിയ ദുരിതമാണ് വീട്ടുകാർ അനുഭവിക്കുന്നത്. ഏത് നിമിഷവും മറ്റു ഭാഗങ്ങളും തകരാമെന്ന അവസ്ഥയിലാണ്. വീട്ടുകാരുണ്ട്, നമുക്ക് അവരോടും ചോദിച്ചു നോക്കാം. വലിയ ഒരു പ്രതിസന്ധി തന്നെയല്ലേ നമ്മൾ നേരിടുന്നത്? ഇത് ഇവിടെ കടന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. മണ്ണിനടിയിൽ പെട്ട് കഴിയൂ എന്ന്, പെട്ട് മരിക്കണേന് ഒരു വിഷമില്ലാണ്ടെന്ന് ഞങ്ങൾ ഒപ്പം മരിച്ചാൽ മതി, അതുണ്ടാവില്ലല്ലോ ഒരിക്കലും. അപ്പോൾ വളരെ പേടിയും കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. അപ്പം ഈ മിഞ്ഞാത്ത കാറ്റും മഴയ്ക്കും ഈ ടാർപ്പായ ഉണ്ടായിരുന്നൊക്കെ പോയി ഞങ്ങൾക്ക് കിടക്കാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ അടുത്ത വീട്ടിൽ അവർ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോയി. പോവാതിരുന്നാൽ അവിടെ എവിടെ ഒരു ദുരിതം പറ്റിയ പോലെ പറ്റിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അവിടെ പോയിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇപ്പോൾ രാത്രി 2 ദിവസമായി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ടാർപ്പായ പൊളിഞ്ഞു പോയി. അപ്പോൾ ഈ മക്കൾ, എൻ്റെ മക്കളെ പോലുള്ള മക്കൾ, അവർ വന്ന് ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ആ കീറെ ടാർപ്പായനെ വലിച്ച് കെട്ടിത്തരുന്നുണ്ട് ഞങ്ങൾക്ക്. ഒരു ഏകദേശം എല്ലാം ദ്രവിച്ച പോലെ തന്നെയല്ലേ? ഒക്കെ ദ്രവിച്ച് പോയതാണ്. 36-37 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ട് അവരെന്താ പറയുക? ആര് പറഞ്ഞിട്ടും ചെയ്യാം എന്നുള്ളതല്ലാതെ കണ്ടിട്ട് അവർ ഇതുവരെ ഇന്നത്തെ വരെ ഒന്നും ഞങ്ങൾക്ക് ഒരു മറുപടി കിട്ടണില്ല. ഞാൻ കലക്ടർക്ക് അയച്ചു, പിന്നെ ഫോട്ടോ അടക്കം അയച്ചു കൊടുത്തു. അവർ പഞ്ചായത്തിൽ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. പഞ്ചായത്തുകാരോട് ചോദിക്കുമ്പോൾ യാതൊരു നിലപാടിലും അവർ ഇന്നത്തെ വരെ എത്തിയിട്ടില്ല. ഇനി നാളെ അവർ തരുമോ, ഞങ്ങൾ മരിച്ചിട്ടാണോ തരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു വലിയ പെര വേണം. അതിൽ അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. നനയാത്തോടത്തൊരു ഭാഗത്ത് കിടക്കണം. ഇതിൽ 35 സെൻറ്റ് സ്ഥലമുള്ളത് സത്യമാണ്. അതിപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു പെര ഇറക്കി വെക്കാനുള്ള സൗകര്യം പോലും ഇതിലില്ല. ഇത് പോർഷ് ഏരിയയാണ്. NOC കിട്ടിയിട്ടില്ല. അത് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒരാൾക്ക് 5 സെൻറ്റ് വിറ്റിട്ട് ഞങ്ങൾക്ക് ഒരു പെര വെക്കാം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിൽ പാകല്ല. ഇത് ആരും മേടിക്കില്ല. പിന്നെ പോർഷുകാരനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാമെന്നുണ്ടായിരുന്നു. അവരും ഒന്നും തരാണ്ട് ഞങ്ങൾ എവിടേക്കാണ് ഇറങ്ങി പോവുക. അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഫോറസ്റ്റോട് ചേർന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ടാർപ്പ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഈ രാത്രി കുരങ്ങനൊക്കെ വരുന്ന ബുദ്ധിമുട്ടില്ലേ? കുരങ്ങന്മാർ വന്നിട്ട് കടിച്ചു പറിക്കുകയൊക്കെ ചെയ്യും. അടുത്ത അടുക്കളയിലൊക്കെ കയറും. തേങ്ങയൊന്നും കിട്ടില്ല. തേങ്ങയില്ല, ചക്കയില്ല, ഒന്നും കിട്ടില്ല. ചക്ക മാങ്ങയൊന്നും കിട്ടില്ല. 5-6 മാന്തൈ ഉണ്ട്. ഇന്ന് ഒരു മാങ്ങ പോലും ഭക്ഷിക്കാൻ കിട്ടില്ല. ഇപ്പൊ അച്ഛൻ ഇവിടെ കടന്നുറങ്ങുമ്പോഴല്ലേ ഇത് വീണത്? ഞാൻ കടന്നുറങ്ങുമ്പോൾ തന്നെ വീണത്. അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് ചാടി. എന്തായാലും ഒരു വലിയ ദുരന്തം തന്നെയാണ് തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് വേണം പറയാൻ. കാരണം ഈ വീണ മതിൽക്കെട്ടുകൾ, ഈ കല്ലുകളൊക്കെ ഒരു പക്ഷേ അകത്തോട്ടാണ് വീടുന്നതെങ്കിൽ ഒരു പക്ഷേ മറ്റൊന്നാവുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും അധികാരികളോടൊക്കെ തന്നെ പറയും, പഞ്ചായത്തിലടക്കം പറയുമ്പോൾ കാര്യമായ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല, നടപടി ഒന്നും ഉണ്ടാവുന്നില്ല എന്ന പരാതി കൂടി ഇവർക്കുണ്ട്. എന്തായാലും വലിയ ഒരു ബുദ്ധിമുട്ട്, വലിയ ദുരിതം തന്നെയാണ് ഇവർ അനുഭവിക്കുന്നത്. അതിൽ നിന്നും ഒരു മോചനം എന്തായാലും ഇവർക്ക് ആവശ്യവുമാണ്. മണികണ്ഠനൊപ്പം കെ. അഖിൽ, മീഡിയ 1, തൃശൂർ.